ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് വെച്ച് ഒരു ഹൽവ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാമേ. ഇപ്പം കന്നഡയിൽ ഇതിന് എസ്റുബേള എന്ന് പറയും, പിന്നെ തമിഴിലെ വന്ന് പാസിപ്പരിപ്പ് എന്ന് പറയും. ഈ പരിപ്പ് വെച്ച് നമുക്ക് ഇന്നൊരു ഹൽവ ഉണ്ടാക്കി നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ പരിപ്പ് നമ്മൾ കഴുകി ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമ്മളൊരു ഫിൽറ്ററിനകത്തെടുത്ത് ആ വെള്ളം എല്ലാം വാർന്ന് എടുക്കണം. അപ്പം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വേണ്ട, നമ്മൾ ആ വെള്ളം തോർന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്കിതൊന്ന് കഴുകി വാരി വെള്ളം തോർത്തി ഒന്ന് എടുത്തുകൊണ്ട് വരാം. കൂട്ടുകാരെ, ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പാസിപ്പരിപ്പിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ചെറുപയർ പരിപ്പിൻ്റെ ഞാനൊരു ചീനിച്ചട്ടി വെച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ. ഇതിൻ്റെ പിന്നെ കളറൊന്നും ഒത്തിരി മാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നല്ലൊരു മണം വരും. ഇതിന് ആ മണം വന്നു കഴിയുമ്പോൾ നമുക്കതെടുത്ത് അടുത്ത പരിപാടിയിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒരു 3-4 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം എൻ്റെ ഏലക്കാ പൊടി അങ്ങ് തീർന്നു പോയേ. അത് കാരണം പിന്നെ പൊടിക്കണമല്ല. അപ്പം നമ്മളിത് പൊടിക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ഒരു സൗണ്ടൊക്കെ വരുന്നില്ലേ? ആ മൂത്തതിൻ്റെ മണവും ആ ഉണങ്ങിയതിൻ്റെ വെള്ളമയം തോർന്നു വറന്നതിൻ്റെ ആ സൗണ്ട്, തിരികിരാന്നൊരു സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ആ ചെറുപയർ പരിപ്പ് മണം വറക്കുമ്പോഴത്തേക്ക് മണമുണ്ട്. നല്ലൊരു അടിപൊളി മണമാണ് അതിന്. മൂത്തിട്ടുണ്ട്. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് നൈസ് പൗഡറും ആകരുത്, ഒത്തിരി അങ്ങ് തരിയും കാണരുത്. ഒരു തരിതരിപ്പായിട്ട് ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനകത്തിരുന്നാൽ ഇനിയും ചൂട് കൂടി ഒന്നും കൂടെ മൂത്ത് പോകും. അപ്പോൾ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഗൈസ്, നമുക്ക് ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കടായി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ആദ്യമേ ഇത് ഇച്ചിരി ചുമന്നിരിക്കുന്ന മുന്തിരിയാണ്. കാരണം ഇത് എൻ്റെ നാത്തൂൻ എനിക്ക് കൊണ്ട് തന്നതാണ്. ഇത് US നിന്ന് മോൻ കൊടുത്തു വിട്ടത്. അതപ്പം നമ്മൾ വറുത്ത പോലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് വറുത്തതല്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി. ഇതിനകത്തോട്ട് ഈ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉണക്ക മുന്തിരി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് വീർത്ത് വരണം. ഇതിപ്പോൾ ഇവിടെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. മുന്തിരിങ്ങ എല്ലാം നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് കോരി മാറ്റാം. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഇതേ ഓയിലിലേക്ക് തന്നെ 1 സ്പൂണ് റവ ഇട്ട് കൊടുക്കാം. നല്ല നിറയെ 1 സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് കടലമാവ് അതും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വയ്ക്കണം. നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടിത് മൂത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ പൊടി അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇപ്പോൾ ആ കളറ് ഒക്കെ നല്ലൊരു മണമായി ഇപ്പോൾ വരുന്നത്. നല്ല അടിപൊളി മണവും അടിപൊളി കളറും. എനിക്ക് ഈ എണ്ണയ്ക്കകത്ത് നെയ്ക്കകത്ത് കിടന്ന് ഇതൊന്ന് മൂക്കട്ടെ, നന്നായിട്ടൊന്ന് മൂത്തിട്ട് പിന്നെ നമുക്കിതിന് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ പരിപ്പ് നമ്മൾ മൂപ്പിച്ചെടുത്തതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും ഒക്കെ ആകും, നല്ലൊരു മണവും. നമ്മുടെ ആ ഏലക്കായും അതിനകത്തിട്ട് പൊടിച്ചത് കാരണം നല്ല മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം തികഞ്ഞില്ലായിരുന്നു, ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ അകത്ത് കിടന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വേഗട്ടെ. കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞ് കിട്ടും നമുക്ക്. വേണ്ട നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് അത് ഈ ചൂടിൽ തന്നെ വെന്തുകൊള്ളും. വറുത്തതല്ലായിരുന്നു, എല്ലാം നമ്മൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തതും ഒക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി മണമാണ് വരുന്നത്. നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായ വെല്ലം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് മധുരം അവരവർക്ക് എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഓരോരോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാരയും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ വെല്ലമാണ് ചേർത്തേക്കുന്നത്. ഈ ചൂടിൽ തന്നെ ആ വെല്ലം മെൽട്ടാകും. മെൽട്ടായി ഒന്നും കൂടി ഇത് നന്നായി നമുക്ക് ഇതിനകത്തൊന്ന് വെന്ത് കിട്ടും. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര വേണമെന്നവർക്ക് പഞ്ചസാര ചേർക്കാം. ഇത് വേണമെന്നവർക്ക് ഇതും ചേർക്കാം. വെല്ലം വേണമെന്നവർക്ക് വെല്ലവും ചേർക്കാം. നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിനുള്ള മധുരമുണ്ട്. എനിക്കൊരു ശകലം മധുരം ഇത് കുറവായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ശകലം കൂടി ഇടാമെന്ന് കരുതിയാണ്. വളങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം അതങ്ങ് മെൽട്ടായിക്കോളുമല്ലോ. ഞാനിതുവരെ മധുരം നോക്കിയില്ലായിരുന്നു ഇതിൻ്റെ, അതുകൊണ്ടാണ് അറിയാഞ്ഞത്. ആദ്യം നോക്കിയപ്പോൾ എനിക്ക് തോന്നി കറക്റ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണേൽ ശകലം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യ് ഒന്ന് ഒരുക്കിയായിരുന്നു, കാരണം മഴയുടെ കൊണ്ടാന്ന് തോന്നുന്നതങ്ങ്. ഇപ്പം നോക്കാം, നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വറുത്തതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നട്ട്സൊക്കെ അവരവർ ഇഷ്ടം, ഏത് വേണോ അതെല്ലാം ചേർക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് എണ്ണമയം പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എണ്ണമയം പുരട്ടി ഈ ട്രേക്കകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്യാം. എല്ലാ സൈഡും ഒരുപോലെ വരണം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ആവശ്യമില്ല. നമുക്കിപ്പോൾ അർജൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം നോക്കാം. ഗൈസ്, അങ്ങനെ 2 മണിക്കൂർ കൂടുതലായിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വിടുവിച്ച് നോക്കാം. ഈ പ്ലേറ്റിനകത്തൊന്ന് തന്നെ ഒന്ന് ഈ കത്തി വെച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തേച്ച് ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലോട്ട് തന്നെ ഈ കട്ടറിനകത്തോട്ട് തന്നെ ഞാനിതങ്ങ് തിരിച്ചിടാമെന്ന് കരുതിയാണ്. കണ്ടോ, പാത്രത്തിലൊന്നും ഒട്ടിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹൽവ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേണമെങ്കിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബദാമെല്ലാം ഇളകിപ്പോയി. അത് നമുക്ക് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തിരിച്ചിട്ട കാരണമായിരുന്നത് അങ്ങനെ. നല്ല നെയ്മയമാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഏത് വലിപ്പം വേണോ ആ വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള
ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിപ്പമല്ല അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യുക. എത്ര വേണോ അത്രയും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം എൻ്റെ ഒരു ഇതിലൊന്ന് കട്ട് ചെയ്തെന്നേ ഉള്ളൂ. കൂട്ടുകാരെ, അങ്ങനെ നോക്കൂ, നമ്മുടെ ഹൽവ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ട് നോക്കി. അടിപൊളിയായിട്ടുണ്ട്. മധുരമൊക്കെ നല്ലതായിട്ടുണ്ട്. ഒത്തിരി മധുരവുമില്ല, മധുരക്കുറവുമില്ല, നല്ല കറക്റ്റ് മധുരമുണ്ട്. കടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കാഷ്യൂ കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.